ശ്രീ ബേബി, സർക്കാർ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ പാലിക്കും. ശ്രീ എസ് കെ സജീഷ് ഈ ചർച്ചയിൽ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. എന്തുകൊണ്ടാണ് ഇത് വിശ്വസിക്കാൻ താങ്കൾക്ക് വിശ്വാസമുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? വിശ്വാസം എനിക്കില്ല. എനിക്ക് സജീഷിനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. കേന്ദ്ര സർക്കാർ കൊടുത്തില്ല എന്നും പറഞ്ഞ് ഞങ്ങളെ ചിറ്റിക്കണ്ട. ഞങ്ങൾ ഇവിടെയുള്ളവർക്കോടാ ഞങ്ങൾക്ക് പറയേണ്ട കാര്യമുള്ളൂ. കേരള സർക്കാരിനോടാ പറയേണ്ട കാര്യമുള്ളൂ. കേരള സർക്കാരിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾക്ക് എഗ്രിമെൻ്റ് തന്നെ. സജീഷ് ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ വീട്ടിലാണ് ഇത് പറ്റിയെന്ന് വരികിൽ നിങ്ങൾക്കും കാരണവന്മാരും മക്കളും പിള്ളേരും ഒക്കെ ഉള്ളവരല്ലേ? നിങ്ങളുടെ വീട്ടിലാണ് പറ്റിയെന്ന് വരി നിങ്ങൾക്ക് എത്ര വിഷമം ഉണ്ടാവും? എൻ്റെ കൊച്ചാ മരിച്ചത്, നിങ്ങളുടെ കൊച്ചല്ല മരിച്ചത്. അത് എൻ്റെ കൊച്ചാ മരിച്ചത്. എൻ്റെ ചേട്ടൻ്റെ കൊച്ച എന്നെ നോക്കണ്ടവനാ, അവനാ മരിച്ചത്. മര്യാദയ്ക്ക് വർത്തമാനം പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്കാരൊക്കെ പൊട്ടന്മാരായിട്ട് കണക്ക് കൂട്ടരുത്. ഇവിടെ കൃഷിക്കാർ, നിങ്ങൾക്ക് അവിടെ ഇരിക്കണവർക്ക് തോന്നുന്നുണ്ട് വയനാട്ടിൽ വെറും ആദിവാസികളാന്ന്. ആദിവാസിയല്ല. ആദിവാസീനെ കൊന്നാലും ചേട്ടനെ കൊന്നാലും മുസ്ലിമിനെ കൊന്നാലും ഹിന്ദുവിനെ കൊന്നാലും ഒരേ വിലയാണ്. ഞങ്ങൾ വയനാട്ടുകാർ അതാ കണക്ക് കൂട്ടിയേക്കണേ. ഞങ്ങൾക്ക് പറഞ്ഞ പൈസ തരണം. നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ലെന്നൊരു ഞങ്ങൾ നോക്കാവുന്നേ. സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെയുള്ള കൃഷിക്കാർക്ക് ഓരോ തോക്ക് കൊടുക്കുക, ഞങ്ങൾ നോക്കിത്തരാം. നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ പോ. വെറുതെ എന്തിനാ ഈ കൃഷിക്കാരെ ഇങ്ങനെ പറ്റിക്കണേ? ഞാൻ പാട്ടത്തിനടുത്ത് ഒരേക്കർ വയൽ കൃഷി ചെയ്തിട്ട് എനിക്ക് 5 കിൻഡിൽ നല്ല കിട്ടിയ മയിലൂരി തിന്നത്. നിങ്ങൾ ഫോറസ്റ്റുകാരോ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരോ വന്ന് നോക്കിയോ? നിങ്ങൾ എ സിയിലിരുന്നാൽ പോരാ. അവിടെ കുറേ മൃഗസ്നേഹികളുണ്ട്. അവരുടെ ആ എ സിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ വയനാട്ടിൽ വാ. ഞാൻ കൊടുക്കാം അവന് താമസിക്കാൻ സ്ഥലം, വാടകയും കൊടുത്തിരിക്കാം. അവന് 1 മാസം അവിടെ ഞങ്ങൾ ജീവിപ്പിക്കാം. പറ്റുമോ? അല്ലാതെ കൃഷിക്കാരുടെ തലയിലേക്ക് തന്നെ കാട്ടണ്ട. ഞങ്ങളുടെ നികുതി പൈസ കൊണ്ടാ ഈ മന്ത്രിമാരും MLA-മാരും പിന്നെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാവരും ജീവിക്കണം. ഇവിടുത്തെ കൃഷിക്കാരൻ്റെ നികുതി പൈസ കൊണ്ടാ. സ്റ്റേജിൽ കയറുമ്പോഴേ കൃഷിക്കാരനും കർഷക തൊഴിലാളിയും നാടിൻ്റെ നട്ടല്. വോട്ട് ചെയ്ത് ജയിച്ചു കഴിയുമ്പോൾ എന്നതാ അവർക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ? ഒരു സാധനം ഞങ്ങൾക്ക് തന്നില്ല. നിങ്ങൾ ഫോറസ്റ്റുകാർ ഞങ്ങളോട് കേന്ദ്ര സർക്കാരിൻ്റെ വന്യമൃഗത്തിൻ്റെ ആൾ വന്നപ്പോൾ പറഞ്ഞ് കേന്ദ്ര സർക്കാരിൻ്റെ 10 ലക്ഷം തന്നെന്ന്. കേരള സർക്കാരിൻ്റെ അല്ലാന്നാ പറഞ്ഞേ. വനമന്ത്രി പറഞ്ഞു ഞങ്ങളോട്, ഞങ്ങളുടെ വീട്ടിലിരുന്നാ പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ 10 ലക്ഷം തന്നെന്ന്. ആ കേന്ദ്ര സർക്കാരിൻ്റെ പൈസയാണ് ഈ കേരള സർക്കാർ എടുത്ത് തന്നെന്ന്. പിന്നെ ന്യായം പറഞ്ഞ അങ്ങോട്ടാ. എൻ്റെ കൊച്ചു മരിച്ചതിന് എനിക്ക് വിഷമമുണ്ട്. നിങ്ങളുടെ കൊച്ചങ്ങളാ മരിച്ചെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ലേ? ആ കുടുംബം അനാഥയായി. 10 ലക്ഷം ഉലുവ നിങ്ങൾക്ക് വലുതായിട്ട് കണക്ക് കൂട്ടണു. അവനുണ്ടെന്നൊരു കോടികളുണ്ടാക്കും. അവൻ പണിയെടുത്ത് ജീവിക്കണവനാ. ഞങ്ങൾക്ക് മര്യാദയ്ക്ക് പൈസ തന്നെ. നിങ്ങൾക്കടെ ഊടായിപ്പൊന്നും വേണ്ട. നിങ്ങളിങ്ങനെ പറഞ്ഞു പറ്റിക്കാനായിട്ട് നിൽക്കാൻ വേണ്ട. പറ്റൂലാത്തവരൊക്കെ രാജിവെച്ച് പോ. എന്തിനാ ഈ കടിച്ചു തൂങ്ങി ഭരിക്കണം നിങ്ങൾ? നമ്മൾ രാഷ്ട്രീയമൊന്നും അല്ല പറയണേ, ഞങ്ങളുടെ വിഷമാ പറയണേ. ഞങ്ങളുടെ കൊച്ചു പോയി. എൻ്റെ ഇവിടെ എന്തോരം ജനങ്ങളാ പോയി. ആ പോളിയേട്ടൻ കൂലിപ്പണിയെടുത്ത് ജീവിക്കണം. ഞങ്ങളും ഇത് കൃഷിപ്പണിയെടുത്ത് ജീവിക്കണം. കൂലിപ്പണിയെടുത്ത് കണ്ടവന് കാടും വെട്ടി അജീഷ് ജീവിച്ചത്. എന്നിട്ട് നിങ്ങളെന്താ ഞങ്ങൾക്കിട്ട് ഉണ്ടാക്കണത്? വിഷമമുണ്ട് ഞങ്ങൾക്ക്. 1 വർഷമായി നമ്മളെ കരയാത്ത ഒരു ദിവസവും ഇല്ല. അവൻ്റെ അമ്മയാണെങ്കിലോ തളർന്ന് കിടക്കണു. മര്യാദ വേണ്ടേ? ഭരിക്കാൻ കയറിയാൽ പോരാ, കട്ട് മുടിക്കാൻ കയറിയാൽ പോരാ. ജനങ്ങളെ നോക്കണം. എന്നിട്ട് ഞങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെന്നോ? ശ്രീ ബേബി, അതായത് നമുക്ക് ഇതൊരു ചർച്ചയാണെന്ന് താങ്കൾക്ക് അറിയാം. താങ്കളുടെ ഒരു മനോനില, മനോവിഷമം ഒക്കെ മനസ്സിലാകും. ഈ സജീഷ് ഇവിടെ ഈ ചർച്ചയിൽ, ശ്രീ ബേബി, ഈ സജീഷ് ഈ ചർച്ചയിൽ പറയാൻ ശ്രമിച്ചത്
ഇപ്പോൾ വൈകാരികമായ പ്രശ്നങ്ങളുണ്ട്. ആ വൈകാരികമായ പ്രശ്നങ്ങൾ ഇല്ല എന്ന് സജീഷ് ഈ ചർച്ചയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. സജീഷ് പറഞ്ഞത് ഇതിൽ കേന്ദ്ര വന നിയമം, അതായത് സർക്കാരിനെ സംബന്ധിച്ച് നിയമപരമായ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലെ സാങ്കേതികമായ കാര്യങ്ങൾ ഭരണതലത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ആ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കാൻ കഴിയൂ എന്നതാണ് സജീഷ് പറഞ്ഞത്. അല്ലാതെ വയനാട്ടിലോ മറ്റെവിടെയെങ്കിലും ഇതുപോലെ മലയോര ഗ്രാമങ്ങളിൽ കഴിയുന്നവർ, വന്യജീവി ആക്രമണ ഭീഷണി നേരിടുന്നവർ, ആക്രമണത്തിന് ഇരയാക്കപ്പെടുന്നവർ, അവരുടെ വൈകാരികതയെക്കുറിച്ചല്ല സജീഷ് പറഞ്ഞത്. അത് സജീഷ് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു.